चैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरो श्रीयुधपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकम् भक्तावतारं भक्ताख्यं नमामि भक्तशक्तिख्यं हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोऽस्तुते तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते जयपताका स्वामिन् इति नामिने नमो आचार्यपादाय निताय कृपाप्रदायिने गौरकथाधामदाय नगरग्रामतारिणे नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद मूकं करोति वाचालं भंगुं लंघयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम् हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम तत्सत्। हरे कृष्णा। ഇന്ന് നമ്മളുടെ പരമ്പരയിലെ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു ആചാര്യനെ കുറിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗൗരകിശോർദാസ് ബാബാജി. നമ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയെ വിപ്രലംബരസാംബോധേ പാദാംബുജായ തേ നമ. നമ്മളെ ഗൗഡിയ വൈഷ്ണവരുടെ ഹൃദയത്തില് എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു നാമമാണ് ഗൗരകിശോർദാസ് ബാബാജി. നമ്മുടെ പരമ്പരയുടെ ഫോട്ടോയില് മൂന്നാമതിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം പരിപൂർണമായിട്ടും വിരക്തനായിരുന്നു. ഭൗതികമായിട്ടും ആ ബാഹ്യ അവബോധം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അല്പം പോലും അവശേഷിച്ചിരുന്നില്ല. അദ്ദേഹം നിരക്ഷരനായിരുന്നു. അദ്ദേഹം ഗ്രന്ഥങ്ങൾ എഴുതുകയോ ഒന്നും ചെയ്തിട്ടില്ല. എങ്കിലും എക്കാലത്തും വൈഷ്ണവർ ഓർമ്മിക്കുന്ന ഒരു നാമമാണ് ഗൗരകിശോർദാസ് ബാബാജി. അദ്ദേഹം എന്തു പറയുന്നു അദ്ദേഹം അത് തന്നെ പ്രവൃത്തിയിലൂടെ കാണിച്ചു തരികയും ചെയ്തു. കപടഭക്തിയുമായിട്ട് ആർക്കും അദ്ദേഹത്തിന്റെ മുൻപിൽ ചെല്ലാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ആൾദൈവങ്ങൾ, ഇക്കാലത്ത് ആൾദൈവങ്ങൾ ധാരാളം ഉണ്ട്. അങ്ങനെയുള്ളവർക്കൊന്നും ഗൗരകിശോർദാസ് ബാബാജിയുടെ മുൻപിൽ ചെല്ലാനേ സാധിക്കില്ല. എത്ര ദൂരെയാണെങ്കിലും അവരുടെ ആ കപട ഭക്തിയെക്കുറിച്ച് മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുമായിരുന്നു ഗൗരകിശോർദാസ് ബാബാജി. പരിപൂർണ പരിത്യാഗിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം 1838 അദ്ദേഹം ബംഗാളില് ജനിക്കുന്നത്. ബംഗാളിലെ തേപ്പാഖൊല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, അതായത് ഫരീദാപുരം ജില്ലയിലെ തേപ്പാഖൊല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അദ്ദേഹം 1838 ജനിക്കുന്നത്. വൈശ്യ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അരി കച്ചവടം നടത്തുന്ന ഒരു കുടുംബമായിരുന്നു. 29-ാമത്തെ വയസ്സിൽ
അദ്ദേഹത്തിന്റെ പത്നി മരിച്ചതോടെ അദ്ദേഹം പരിപൂർണ പരിത്യാഗിയായിട്ട് അദ്ദേഹം ഇറങ്ങി പുറപ്പെടുകയായിരുന്നു. ജഗന്നാഥദാസ് ബാബാജിയുടെ ശിഷ്യനായ ഭഗവത് ദാസ് ബാബാജിയിൽ നിന്നാണ് അദ്ദേഹം ദീക്ഷ സ്വീകരിച്ചത്. വംശീദാസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പൂർവാശ്രമത്തിലെ പേര്. ദീക്ഷയ്ക്ക് ശേഷമാണ് ഗൗരകിഷോർ ദാസ് ബാബാജി എന്ന് അദ്ദേഹം അറിയപ്പെട്ടു തുടങ്ങിയത്. അദ്ദേഹം 149 വയസ്സ് വരെ ഈ ഭൗതിക ലോകത്തിലുണ്ടായിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ പോലും 125-ാമത്തെ വയസ്സില് തന്റെ സ്വധാമത്തിലേക്ക് മടങ്ങിപ്പോയി. പക്ഷെ ഗൗരകിഷോർദാസ് ബാബാജി 149 വയസ്സ് വരെ ഈ ഭൗതിക ലോകത്തിലുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് 120 വയസ്സിന് ശേഷമുള്ള കാര്യങ്ങളെ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. അദ്ദേഹം ദീക്ഷ സ്വീകരിച്ച നേരെ വൃന്ദാവനത്തിലേക്കാണ് വന്നത്. അദ്ദേഹം ഭജനാനന്ദിയായിരുന്നു. ഭജനാനന്ദി എന്ന് വെച്ചാല് ഒറ്റയ്ക്കിരുന്ന് ഭഗവാനെ ആരാധിക്കുക. അദ്ദേഹത്തിന് ശിഷ്യന്മാരെ സ്വീകരിച്ചിരുന്നില്ല. ഞാൻ ശിഷ്യന്മാരെ സ്വീകരിക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുത്ത ഒരു വ്യക്തിയാണ്. പക്ഷേ ഭക്തിവിനോദ ഠാക്കൂർ തൻ്റെ മകനായ വിമല പ്രസാദ്, അതായത് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന് ദീക്ഷ ഭക്തിവിനോദ ഠാക്കൂറിന് കൊടുക്കാമായിരുന്നു. പക്ഷേ ഗൗരകിഷോർദാസ് ബാബാജിയിൽ നിന്ന് വാങ്ങിക്കണമെന്ന കടുംപിടുത്തമായിരുന്നു. അതിനായിട്ട് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ 18 തവണയാണ് ഗൗരകിഷോർദാസ് ബാബാജിയെ സമീപിച്ചത്. ദീക്ഷ വേണം, ദീക്ഷ വേണം. പക്ഷേ ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുകയും ഭക്തിയുടെ ഫിലോസഫിയൊക്കെ പഠിപ്പിക്കുകയും ചെയ്തതല്ലാണ്ട് ദീക്ഷ ഞാൻ തരില്ല എന്നുള്ള ഉറച്ച നിലപാടില്. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ആണെങ്കിൽ ദീക്ഷ സ്വീകരിക്കുന്നെങ്കിൽ ഗൗരകിഷോർദാസ് ബാബാജിയിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുകയുള്ളൂ എന്ന ഉറച്ച നിലപാടിൽ അവസാനം 18-ാമത്തെ തവണയാണ് ആ ഗൗരകിഷോർദാസ് ബാബാജിയിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. നവദ്വീപിലെ ആ യോഗപീഠ കണ്ടുപിടിച്ചതിന് ശേഷം അദ്ദേഹം 30 വർഷത്തോളം വൃന്ദാവനത്തിലുണ്ടായിരുന്നു. യോഗപീഠ കണ്ടുപിടിച്ച് അവിടെ അവതാര സ്ഥലം, അവിടെ യോഗപീഠം നിർമ്മിച്ചതിന് ശേഷമാണ് ജഗന്നാഥ് ബാബാജിയുടെ അനുവാദത്തോടെ ഗൗരകിഷോർദാസ് ബാബാജി നവദ്വീപിലേക്ക് വരികയും പിന്നീട് ഭൗതിക ശരീരം ഉപേക്ഷിക്കുന്നതുവരെ നവദ്വീപില് കഴിച്ചുകൂട്ടുകയും ചെയ്തു. ഒരിക്കൽ പോലും വൃന്ദാവനവും നവദ്വീപിനെ രണ്ടായിട്ട് കണ്ടിരുന്നില്ല. ഒരേ കാഴ്ചപ്പാടിലാണ് കണ്ടിരുന്നത്. രണ്ടും ഭഗവാന്റെ പരംധാമമായിട്ടാണ് അദ്ദേഹം കണക്കാക്കിയത്. അവിടെയുള്ള വൃക്ഷങ്ങളെയോ ഒരു കീടത്തെ പോലെയോ അദ്ദേഹം വേദനിപ്പിച്ചിരുന്നില്ല. എല്ലാത്തിനെയും നമസ്കരിക്കുമായിരുന്നു ദിവസവും. അതുപോലെ നവദ്വീപിന്റെ ഓരോ മുക്കിലും മൂലയിൽ അദ്ദേഹം വൃന്ദാവനത്തിൽ എല്ലായിടത്തും സഞ്ചരിക്കുന്നത് പോലെ നവദ്വീപിലും എല്ലായിടത്തും അദ്ദേഹം എത്തുമായിരുന്നു ദിവസവും. വൃന്ദാവനത്തിലെ പരമഹംസ ഭക്തരിൽ അഗ്രഗണ്യനായിട്ടാണ് ഗൗരകിഷോർദാസ് ബാബാജി അറിയപ്പെട്ടിരുന്നത്. അതായത് ഭൗതികമായിട്ടുള്ള വാസനകൾ അല്പം പോലും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു പരിത്യാഗിയായിട്ടുള്ള ഒരു ഭക്തനായിരുന്നു ഗൗരകിഷോർദാസ് ബാബാജി. അദ്ദേഹം ഭിക്ഷയാചിച്ച് കിട്ടുന്നത് ഒന്നുകിൽ അത് ഉണങ്ങി വരണ്ട, അതായത് ഡ്രൈ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസേ അദ്ദേഹം സ്വീകരിച്ചിരുന്നുള്ളൂ. ചിലപ്പോൾ ഭിക്ഷ കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം എന്താ ചെയ്യാന്ന് വെച്ചാല് അവല് പിന്നെ ഗംഗാ നദിയിലെ ജലത്തില് കുതിർത്ത് വെക്കും. കുതിർത്തിട്ട് കുരുമുളകും ചേർത്തിട്ട് അദ്ദേഹം അത് മാത്രമാണ് ഭക്ഷിച്ചിരുന്നത്. ചിലപ്പോൾ 2-3 ദിവസം ഭക്ഷണം കഴിക്കാതെ ഫുൾ ടൈം സങ്കീർത്തനത്തിൽ മുഴുകിയിരിക്കുമായിരുന്നു. ഊണുമില്ല, വെള്ളം പോലും കുടിക്കില്ല, ഉറക്കമില്ലാതെ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും കൂടാതെ സങ്കീർത്തനം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ വഴിവക്കിലൊക്കെ കിടക്കുന്ന ഉണങ്ങിയ ചുള്ളിക്കൊമ്പുകൾ സ്വീകരിച്ചിട്ട്, അതുപോലെ തന്നെ എല്ലാവരും ഉപയോഗിച്ച് വലിച്ചെറിയുന്ന മൺകലത്തിലാണ് അദ്ദേഹം ഈ ഭക്ഷണം പാകം ചെയ്തിരുന്നത്. മറ്റുള്ളവരെ തിരസ്കരിക്കുന്ന, അവർക്ക് വേണ്ടാതെ ഉപേക്ഷിച്ച് കളയുന്ന സാധനങ്ങളാണ് അദ്ദേഹം എടുത്തിരുന്നത്. കാരണം അത്ര വിദഗ്ധനായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ വസ്ത്രം എന്ന് പറയുന്നത് ശ്മശാനത്തിലെ ശവം ദഹിപ്പിക്കാൻ ആ ശവത്തെ പൊതിച്ചിരിക്കുന്ന വസ്ത്രം, അത് ദഹിപ്പിച്ച് കഴിയുമ്പോൾ അത് വലിച്ചെറിയില്ലയോ, അത് ഉപയോഗിക്കാൻ കൊള്ളാതെ, അങ്ങനെയുള്ള വസ്ത്രമാണ് അദ്ദേഹം എടുത്ത് ധരിച്ചിരുന്നത്. അദ്ദേഹം നിരപേക്ഷനായിട്ടാണ് ഭക്തിവിനോദ ഠാക്കൂർ എപ്പോഴും അദ്ദേഹത്തെ കണക്കാക്കിയിരുന്നത്. അതായത് ഭൗതികതയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു വ്യക്തി.
അങ്ങനെയാണ് ഗൗരകിഷോർദാസ് ബാബാജിയെ കണക്കാക്കിയിരുന്നത്. അതായത് ഒരു അവധൂതനെ പോലെ, നിത്യാനന്ദ പ്രഭു അവധൂതനെ പോലെ ചില സമയത്ത് സഞ്ചരിക്കുമായിരുന്നു. അതേപോലെ, അതായത് ഒരു ഭ്രാന്തനെ പോലെ, അതേപോലെ ഒരു വ്യക്തിയായിരുന്നു ഗൗരകിഷോർദാസ് ബാബാജി. അദ്ദേഹത്തിന് ശത്രുക്കളെന്നോ മിത്രങ്ങളെന്നോ ഒരു വ്യത്യാസവുമില്ല. ശത്രുക്കളോട് പക കാണിക്കുകയുമില്ല, മിത്രങ്ങളോട് അത് കൂടുതലായിട്ടുള്ള സ്നേഹം കാണിക്കുകയുമില്ല. എല്ലാവരോടും സമഭാവനയോട് അദ്ദേഹം പെരുമാറിയിരുന്നു. നമുക്ക് മറ്റാരോടും താരതമ്യം ചെയ്യാൻ പറ്റാത്തതുപോലുള്ള ഒരു വിദഗ്ധനായിരുന്നു ഗൗരകിഷോർദാസ് ബാബാജി. അതുകൊണ്ട് എക്കാലത്തും വൈഷ്ണവ ആചാര്യന്മാരിൽ ഏറ്റവും മുന്തിയൊരു സ്ഥാനമാണ് ഗൗരകിഷോർദാസ് ബാബാജിക്ക് ഉള്ളത്. ഗൗരകിഷോർദാസ് ബാബാജി എപ്പോഴും ഭക്തിവിനോദ ഠാക്കൂറിന്റെ ഗോദ്രുമ ദ്വീപിലുള്ള വസതിയിൽ, അതായത് സ്വാനന്ദ സുഗത കുഞ്ച്, അതിപ്പോഴും നമുക്ക് അവിടെ ചെന്നാൽ അത് കാണാൻ സാധിക്കും. അവിടെ മിക്കവാറും പോകുമായിരുന്നു. അവിടെ പോയിരുന്നിട്ട് അതിൻ്റെ ആ വീട്ടുമുറ്റത്തൊരു വലിയ ഉദ്യാനമുണ്ട്. ആ ഉദ്യാനത്തിലിരുന്ന് ഭക്തിവിനോദ ഠാക്കൂറും ഗൗരകിഷോർദാസ് ബാബാജിയും ഭാഗവതം വായിച്ച ഭാഗവതം ചർച്ച ചെയ്യുമായിരുന്നു. ഒരു 2-3 മണിയാകുമ്പം ഭക്തിവിനോദ ഠാക്കൂറിന്റെ ഭവനത്തിലെത്തും. അവിടെ ഇരുന്ന് 5 മണി വരെ അവർ ഭാഗവതം ചർച്ച ചെയ്യും. അത് കേൾക്കാനായിട്ട് ധാരാളം ആൾക്കാർ ആ വീട്ടുമുറ്റത്ത് കൂടുമായിരുന്നു. അപ്പൊ ഗൗരകിഷോർദാസ് ബാബാജി ഇരിക്കാനായിട്ട് ആ വീടിന്റെ ഉമ്മറത്ത് ഒരു വരാന്ത പോലെ ഭക്തിവിനോദ ഠാക്കൂറെ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഇരുന്നും കൊണ്ടാണ് അദ്ദേഹം ഭാഗവതം വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ അദ്ദേഹം പോവില്ല അവിടുന്ന്. അപ്പം അത് അദ്ദേഹത്തിന് താമസിക്കാനായിട്ട് പുല്ലുകൊണ്ടൊരു കുടിൽ അദ്ദേഹത്തിന്റെ പൂന്തോട്ടത്തിന്റെ ഒരു അറ്റത്തായിട്ട് ഉണ്ടാക്കിയിരുന്നു. അതുപോലെ തന്നെ മിക്കവാറും വീട്ടിൽ നിന്നും ഭക്തിവിനോദ ഠാക്കൂറിന്റെ ഭവനത്തിൽ നിന്നും പ്രസാദം സ്വീകരിക്കാനായിട്ട് ക്ഷണിക്കും. പക്ഷെ അദ്ദേഹം കൂട്ടാക്കില്ല. വല്ലപ്പോഴും മാത്രമാണ് അവിടെ നിന്നും പ്രസാദം സ്വീകരിക്കുകയും ആ ഭജന കുടീരത്തിൽ വിശ്രമിക്കുകയും ചെയ്യുക. കാരണം അത്രയ്ക്ക് പരിത്യാഗിയായിരുന്നു. ഒന്നിനോടും അറ്റാച്ച്മെന്റ് അദ്ദേഹം കാണിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഏക സ്വത്ത് എന്ന് പറയുന്നത് ആ കഴുത്തിലുള്ള കണ്ഠിമാല, പിന്നെ ജപത്തിന് ഉപയോഗിക്കുന്ന തുളസിമാല, നരോത്തം ദാസ് ഠാക്കൂറിന്റെ പ്രാർത്ഥന, പ്രേമഭക്തി ചന്ദ്രിക എന്ന 2 ഗ്രന്ഥങ്ങൾ. ഇത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത്. ചിലപ്പോഴാണെങ്കിൽ അദ്ദേഹം തുളസിമാല ധരിക്കുകയില്ല, വസ്ത്രം പോലും ധരിക്കാതെ ഭക്തിയുടെ ഉന്മാദ ലഹരിയിൽ അദ്ദേഹം തിരുനാമം ജപിച്ച് നടക്കുകയും, അതുപോലെ സരസ്വതി നദിയിലെ ഭക്തിവിനോദ ഠാക്കൂറിന്റെ മുൻപിൽ സരസ്വതി നദി ഒഴുകുന്നുണ്ട്. ആ സരസ്വതി നദിയിൽ ഇറങ്ങി കുളിക്കുകയും ഒക്കെ ചെയ്യും. എന്നിട്ട് അതിൻ്റെ തീരത്തിരുന്ന പുൽക്കുടിലിരുന്ന് സങ്കീർത്തനം ചെയ്യുകയും വ്രജത്തിലുള്ള ഗോപികമാരെ ഉച്ചത്തിൽ വിളിച്ച് കരഞ്ഞ് അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന് സംസ്കൃതമോ വ്യാകരണങ്ങളോ ഒന്നിലും അദ്ദേഹത്തിന് പാണ്ഡിത്യമില്ല. പക്ഷേ എല്ലാ ഭക്തരിൽ വെച്ചിട്ട് അഗ്രഗണ്യനായിട്ടാണ് ഗൗരകിഷോർദാസ് ബാബാജി അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരിക്കൽ പോലും മറ്റുള്ളവർക്ക് തന്നെ സേവിക്കാനുള്ള അവസരം കൊടുത്തിരുന്നില്ല. അത് ആർക്കും അദ്ദേഹത്തെ സേവിക്കാനുള്ള അവസരം അദ്ദേഹം കൊടുത്തിരുന്നില്ല. ആരുടെയും സേവനം അദ്ദേഹം സ്വീകരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നുമില്ല. ഒരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു ഗൗരകിഷോർദാസ് ബാബാജി. ഏകദേശം നമ്മൾ രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ ജീവചരിത്രം മനസ്സിലാക്കിയതാണ്. ഏകദേശം അതേപോലെയുള്ള ഒരു പരിപൂർണ വിദഗ്ധനായിരുന്നു ഗൗരകിഷോർദാസ് ബാബാജി. എത്ര ദൂരെയാണെങ്കിലും ഭക്തന്മാരുണ്ടെങ്കിൽ അത് ഗൗരകിഷോർദാസ് ബാബാജി മനസ്സിലാക്കിയിരുന്നു. എന്നിട്ട് ആൾക്കാരോട് അവർക്ക് അവിടെ ഭക്തിയാണ് അവർക്കുള്ളതെങ്കിൽ, ശുദ്ധഭക്തി അല്ല എങ്കിൽ ആൾക്കാരെ അവരുടെ അടുത്തേക്ക് പോകുന്നതിൽ നിന്നും അദ്ദേഹം വിലക്കിയിരുന്നു. അദ്ദേഹം മഹാപ്രഭുവിനെ പോലെ തന്നെ വിപ്രലംബ ഭാവത്തിലാണ് ഭഗവാനെ ആരാധിച്ചിരുന്നത്. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ എഴുതിയിട്ടുണ്ട്, പല തരത്തിലുള്ള വ്യക്തികളെ ഗൗരകിഷോർദാസ് ബാബാജിയുടെ അടുത്ത് വന്നിട്ടുണ്ട്. പണ്ഡിതരുണ്ട്, പാവങ്ങളുണ്ട്, അതുപോലെ തന്നെ ബുദ്ധിമാന്മാരുണ്ട്, നീതിജ്ഞരുണ്ട്, വിഡ്ഢികളുണ്ട്, പിന്നെ ദുരഭിമാനികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. ഇങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ ഗൗരകിഷോർദാസ് ബാബാജിയെ കാണാൻ വരുമായിരുന്നു. പക്ഷെ അവർക്ക് ആർക്കും ഗൗരകിഷോർദാസ് ബാബാജിയുടെ വ്യക്തിത്വം മനസ്സിലാക്കാൻ ഒരിക്കൽ പോലും സാധിച്ചിരുന്നില്ല. ഒരു പിടികിട്ടാപ്പുള്ളി എന്ന് തന്നെ പറയാം ഗൗരകിഷോർദാസ് ബാബാജി. അത് ശുദ്ധഭക്തരങ്ങനെയാണ്. ശുദ്ധഭക്തരെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല.
അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ ഗുരുവായ ഭഗവത് ദാസ് ബാബാജിയുടെ അംബിക ഖൽനയിൽ വെച്ചിട്ട് ഭഗവത് ദാസ് ബാബാജി ഗൗരകിഷോർ ദാസ് ബാബാജിക്ക് തന്റെ സാധനങ്ങൾ കൊടുത്തിരുന്നു. അതായത് കുറച്ച് തുളസി മാലകളുടെ സെറ്റ്, അതുപോലെ ഹരേ കൃഷ്ണ എന്നെഴുതിയ തടി കൊണ്ടുള്ള ഒരു സ്റ്റാമ്പ്, പിന്നെ പുലിത്തോല് കൊണ്ടുള്ള ഒരു തൊപ്പി, പിന്നെ വേറെ ചില സ്വകാര്യമായിട്ടുള്ള സാധനങ്ങൾ, ഇതെല്ലാം അദ്ദേഹം ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു 1900. ഭക്തിവിനോദ ഠാക്കൂർ ഗൗരകിഷോർദാസ് ബാബാജിയുടെ ഒരു വലിയ ആരാധകനായിരുന്നു. ചിലപ്പോൾ ഇദ്ദേഹം ഒരു ശിരോരോഗം, അതായത് ഒരു ഭ്രാന്തനെ പോലെ അദ്ദേഹം പെരുമാറുമായിരുന്നു. ഭക്തിവിനോദ ഠാക്കൂർ അപ്പോൾ അദ്ദേഹത്തിനോട് സ്നേഹപൂർവ്വം ശാസിക്കും, അങ്ങ് ഭക്ഷണം കഴിക്കില്ല, മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ് അങ്ങേക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വന്നു പെടുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വളരെ ചിട്ടയായിട്ടുള്ള ഒരു ഡയറ്റ് തയ്യാറാക്കുകയും അതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണം അദ്ദേഹം ഭക്തിവിനോദ ഠാക്കൂർ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. പക്ഷെ ഒരിക്കൽ പോലും അത് സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഭക്തിവിനോദ ഠാക്കൂർ വഴക്കു പറയുമായിരുന്നു, ശാസിക്കുമായിരുന്നു അദ്ദേഹത്തെ. പക്ഷെ എങ്കിലും സ്നേഹത്തോടെയുള്ള ശാസനയാണ്. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം അത് സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. പറഞ്ഞു, ഞാനൊരു ഭക്തനാണ്, എനിക്ക് ഭഗവാന്റെ ഭക്തി മാത്രം മതി, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും കഴിച്ചിട്ട് എനിക്ക് എൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് പറഞ്ഞ് അതെല്ലാം തിരസ്കരിക്കുമായിരുന്നു. 1908 അദ്ദേഹത്തിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടതിന് ശേഷം അദ്ദേഹം എങ്ങും പോകാതെ നവദ്വീപിൽ അദ്ദേഹത്തിന്റെ ഒരു പുല്ലുകൊണ്ടുള്ള ഒരു ഭജന കുടീരമുണ്ട് ഗംഗാ നദിയുടെ തീരത്ത്, അവിടെ തന്നെ അദ്ദേഹം കഴിച്ചുകൂട്ടി. അപ്പൊ കാഴ്ചശക്തി നഷ്ടപ്പെട്ടപ്പോൾ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അദ്ദേഹത്തെ കൽക്കട്ടയിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാം, അതിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു. അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറായിട്ട് ഭജന കുടീരത്തി വന്നു. ആകുന്നതും നിർബന്ധിച്ച് നമുക്ക് പോയി ചികിത്സിക്കാം, ഞാൻ കൂടെയിരിക്കാം അങ്ങയുടെ കൂടെ, ഇതെല്ലാം മാറി വരുന്നത് വരെ, അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങയുടെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്തോളൂ. പക്ഷെ അദ്ദേഹം അതും തിരസ്കരിക്കുകയാണ് ചെയ്തത്. എനിക്ക് ഈ കണ്ണിന് കാഴ്ച കിട്ടിയിട്ട് ഞാൻ കാണുന്നത് എന്താണ്? കൽക്കട്ട പോലുള്ള മായാനഗരമാണ് എനിക്ക് കാണേണ്ടത്, എനിക്കത് കാണേണ്ട ആവശ്യമില്ല, മായികമായിട്ടുള്ള ഒരു കാഴ്ചകളും എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് കാണണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം അത് തിരസ്കരിച്ചു. അതിന് മറ്റൊരാളിൽ നിന്ന് സേവനം സ്വീകരിക്കുന്നതിന് പകരം അതിലും ശ്രേഷ്ഠമാണ് ഞാൻ ഗംഗാനദിയിൽ ചാടി എൻ്റെ ശരീരം ഉപേക്ഷിക്കുന്നത്. അതിനുശേഷം അങ്ങനെ ഞാൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് പ്രേതമായിട്ട് അല്ലെങ്കിൽ പ്രേതയോനിയിൽ എനിക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും, എന്നാലും എനിക്ക് മറ്റൊരാളുടെ സഹായം എനിക്ക് വേണ്ട എന്നാണ് ഉറച്ച നിലപാടിൽ അദ്ദേഹം നിലകൊള്ളുകയാണ് ചെയ്തത്. പലതവണ ഭക്തിവിനോദ ഠാക്കൂറും ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറും ഈ ചികിത്സയുടെ പേരും പറഞ്ഞ് അദ്ദേഹത്തിനോട് ശണ്ട കൂടിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. അവസാനം നിർബന്ധം സഹിക്കവയ്യാതെ അദ്ദേഹം എന്തു ചെയ്തു? ഗംഗാ നദിയിൽ എടുത്തു ചാടി. ചാടാനായിട്ട് പോയി ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പിന്നാലെ ഓടി. പക്ഷെ കുറെ ദൂരം ഓടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എങ്ങോട്ട് പോയി എന്ന് കണ്ടില്ല. പ്രത്യക്ഷമായി ഗൗരകിഷോർദാസ് ബാബാജി. അവിടെയെല്ലാം തിരക്കി, നവദ്വീപ് മുഴുവൻ തിരക്കിയിട്ടും അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചില്ല. പിന്നീട് 45 ദിവസത്തിന് ശേഷം ഒരു ദിവസം ഭക്തിവിനോദ ഠാക്കൂറിന്റെ ഭവനത്തിലേക്ക് അദ്ദേഹം കയറി വന്നിട്ട് ഭക്തിവിനോദ ഠാക്കൂറിനോട് പറഞ്ഞു, ഞാൻ ആത്മഹത്യ ചെയ്യില്ല, ഞാൻ ആത്മഹത്യ ചെയ്താൽ എനിക്ക് ഭഗവത് പാദത്തിൽ പ്രവേശിക്കാൻ എനിക്ക് സാധിക്കില്ല, അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യില്ല. പക്ഷെ എനിക്ക് മറ്റാരിൽ നിന്നും സേവനം സ്വീകരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, എത്ര തന്നെ അടുപ്പമുള്ള വ്യക്തികളായാലും മറ്റുള്ളവരിൽ നിന്ന് സേവനം സ്വീകരിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഏകാദശി വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരുന്നു. ഏകാദശി നിർജ്ജല ഏകാദശിയാണ്, വെള്ളം പോലും കുടിക്കില്ല അദ്ദേഹം. അങ്ങനെയാണ് ഏകാദശി അദ്ദേഹം എടുത്തിരുന്നത്. അതുപോലെ ചില ദിവസങ്ങളിൽ അദ്ദേഹം ഭിക്ഷ ഒന്നും കിട്ടാതിരിക്കുകയാണെങ്കിൽ അദ്ദേഹം ഗംഗാ നദിയിലെ വെള്ളം കുടിച്ചിട്ട് ആ ഗംഗാ നദിയിലെ ചെളി ഭക്ഷിക്കുമായിരുന്നു. അത്രയ്ക്ക് പരിത്യാഗത്തിന്റെ തലത്തിൽ എത്തിയ ഒരു വ്യക്തിയാണ് ഗൗരകിഷോർദാസ ബാബാജി.
ഒരിക്കല് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ മായാപൂരിലെ യോഗപീഠം നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നും അധോക്ഷജ വിഷ്ണുവിന്റെ ഒരു ഡേറ്റ് കിട്ടി. അധോക്ഷജൻ പറഞ്ഞാല് നമ്മളുടെ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾക്കപ്പുറമുള്ള ആ തലത്തിൽ സ്ഥിതി ചെയ്യുന്നത്, അതായത് ഭഗവാനാണ് അധോക്ഷജൻ. നമ്മുടെ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു ഡേറ്റ് അദ്ദേഹത്തിന് കിട്ടി അവിടെ ചൈതന്യ മഠം സ്ഥാപിക്കുന്ന സമയത്ത്. അന്ന് യോഗപീഠം കാന്താലതല എന്നാണ് അറിയപ്പെട്ടിരുന്നത്. യോഗപീഠം പണിതതിനു ശേഷം ഗൗരകിഷോർദാസ് ബാബാജി അവിടെ കഴിച്ചുകൂട്ടുകയുണ്ടായി കുറെ കാലങ്ങള്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി 2 മണിക്ക് അദ്ദേഹം യോഗപീഠത്തിലെത്തി. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അവിടെയുണ്ട്. അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് നോക്കിയപ്പോൾ അവിടെ വരാന്തയില് ഗൗരകിഷോർദാസ് ബാബാജി ഇരിക്കുന്നു. അദ്ദേഹത്തിന് അത്ഭുതമായി. കണ്ണു കാണാത്ത ഒരു വ്യക്തി എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു? അദ്ദേഹം ചോദിച്ചു, അങ്ങ് എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത്? ആരാണ് അങ്ങയെ സഹായിച്ചത് ഇവിടെ വരാൻ എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതൊക്കെ ഞാൻ ഇവിടെ എത്തി, എന്നെ ഒരാൾ സഹായിച്ചു എന്നാണ് പറഞ്ഞത്. ആരാണെന്നേ പറഞ്ഞില്ല. പക്ഷെ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന് മനസ്സിലായി ആ വ്യക്തി വേറെ ആരുമല്ല, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ അദ്ദേഹത്തെ ഇവിടെ കൊണ്ട് എത്തിച്ചതാണ് എന്ന്. വൈശാഖ മാസം മുഴുവൻ അദ്ദേഹം ഈ ഭാഗവതം വായിച്ച്, സനാതന ഗോസ്വാമിയുടെ ബൃഹത് ഭാഗവതാമൃതം അത് വായിച്ച് അതിന്റെ ചർച്ചകളിൽ ഏർപ്പെടുമായിരുന്നു ഭക്തി വിനോദ ഠാക്കൂറും ഗൗരകിഷോർദാസ് ബാബാജി. ഗൗരകിഷോർദാസ് ബാബാജി കുലിയ ഗ്രാമത്തിലെ ധർമ്മശാലയില് താമസിക്കുമ്പോൾ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിനോട് ധാരാളം ഭക്തിയെ പറ്റിയും ശ്രീകൃഷ്ണ ഭഗവാനെ പറ്റിയും അദ്ദേഹത്തിന്റെ ലീലകളെ പറ്റിയും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. അതുപോലെ തന്നെ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അദ്ദേഹത്തിനോട് ചോദിച്ചു, അതായത് ചില ആൾക്കാരുണ്ട്, അവര് ഭക്തിയുടെ പൂർണ്ണ തലത്തിൽ എത്തില്ല, എത്തുന്നതിന് മുമ്പേ തന്നെ അവര് സാക്ഷാത്കാരം നേടിയവരായിട്ട് അഭിനയിക്കാറുണ്ട്. ഇതേക്കുറിച്ച് അദ്ദേഹം ചോദിച്ചു. ഇത് കേട്ടിട്ട് ഗൗരകിഷോർദാസ് ബാബാജി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവരൊക്കെ ഇമ്പോസ്റ്റേഴ്സ് ആണ്, അവര് വെറും കപട ഭക്തരാണ്, അവര് ഭക്തി ഇല്ല, അവര് ഭക്തരാണെന്ന് സ്വയം നടിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന്. വൃന്ദാവനത്തിലെ കുസും സരോവറിൽ അവിടെ ഒരു ബാബാജി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു വലിയ ഭജനാനന്ദിയാണ്. ഒറ്റയ്ക്കിരുന്ന ഗൗരകിഷോർദാസ് ബാബാജിയെ പോലെ ഭജനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന് 1-2 ശിഷ്യരുമുണ്ട്. അപ്പൊ ഇദ്ദേഹം ഒരു വലിയ ബാബാജിയായിട്ടാണ് വൃന്ദാവനത്തിൽ പരക്കെ അറിയപ്പെടുന്നത്. പക്ഷേ ഗൗരകിഷോർദാസ് ബാബാജി പറഞ്ഞു, അദ്ദേഹം ഒരു ജെനുവിനായിട്ടുള്ള ബാബാജി അല്ല, അദ്ദേഹം ശരിയായിട്ടുള്ള ഒരു ഭക്തനല്ല. അത് തന്നെയുമല്ല, ആ ബാബാജിക്ക് ഗൗരകിഷോർദാസ് ബാബാജി അദ്ദേഹം തരം കിട്ടുമ്പോഴൊക്കെ കളിയാക്കുമായിരുന്നു. ഗൗരകിഷോർദാസ് ബാബാജി ഒരു ഭക്തനല്ല എന്ന് പറഞ്ഞു. പക്ഷെ അധികം താമസിയാതെ അദ്ദേഹത്തിന് ലെപ്രസി, അതായത് കുഷ്ഠരോഗം പിടിപെട്ടു. ഒരുപാട് ക്ലേശങ്ങൾ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു. അതായത് ഒരു പരിശുദ്ധ ഭക്തനെ നമ്മൾ നിന്ദിക്കുകയാണെങ്കിൽ നമുക്ക് അതിനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, നമുക്ക് ക്ലേശങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും. അത് വൈഷ്ണവാപരാധം ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. അതിനുള്ള ഉത്തമ തെളിവാണ് ഇത്. ഗൗരകിഷോർദാസ് ബാബാജി ധാരാളം പാസ്റ്റ് ടൈംസ് ഉണ്ട് ഗൗരകിഷോർദാസ് ബാബാജിയെ പറ്റിയിട്ട്. അതിൽ കുറച്ച് മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരുപാട് 120 വയസ്സിന് ശേഷം ആണ് അദ്ദേഹത്തിന്റെ പാസ്റ്റ് ടൈംസിനെ കുറിച്ച് നമുക്ക് അറിവ് കിട്ടിയിട്ടുള്ളത്. എങ്കിലും ധാരാളം പാസ്റ്റ് ടൈംസ് അദ്ദേഹത്തിനുണ്ട്. ഒരിക്കല് ഒരു ഡോക്ടർ അദ്ദേഹത്തെ കാണാൻ വന്നു. ആ ഡോക്ടർക്കൊരു മോഹം എന്ന് വെച്ചാല് നവദ്വീപ്, ആ ഭഗവാന്റെ ധാമമായ നവദ്വീപിൽ താമസിച്ചുകൊണ്ട് ഭഗവാനെ സേവിക്കണം. എങ്ങനെ സേവിക്കണം എന്നാണ്, അതായത് അവിടെയുള്ള ധാംവാസികളെ, രോഗികളായിട്ടുള്ള ധാംവാസികളെ ചികിത്സിച്ച് അതിൽ നിന്ന് അവർക്ക് സൗജന്യമായിട്ട് ആ ചികിത്സയിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് മരുന്ന് വാങ്ങി അവരെ സൗജന്യമായിട്ട് അവർക്ക് മരുന്നുകൾ കൊടുക്കുക. അപ്പൊ ഇക്കാര്യം ഗൗരകിഷോർദാസ് ബാബാജിയോട് തുറന്നു പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. അപ്പൊ എനിക്ക് ധാമത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ ഭജിക്കുകയും വേണം,
ആ ധാംവാസികളെ എനിക്ക് അവർക്ക് ക്ഷേമമായിട്ടുള്ള കാര്യങ്ങളിൽ എനിക്ക് ഏർപ്പെടുകയും ചെയ്യണം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അപ്പൊ അതിനായിട്ട് ഗൗരകിഷോർദാസ് ബാബാജിയുടെ ഉപദേശം അദ്ദേഹം തേടി. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഗൗരകിഷോർദാസ് ബാബാജി പറഞ്ഞത് മുരാരി ഗുപ്തയുടെ കാര്യമാണ്. മുരാരി ഗുപ്ത സാക്ഷാൽ ഹനുമാനാണ്. ചൈതന്യ ലീലയിലെ ഹനുമാനാണ് മുരാരി ഗുപ്തയായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ മുരാരി ഗുപ്തയുടെ കുടുംബം എന്ന് പറയുന്നത് വൈദ്യ കുടുംബമാണ്. അവര് പാരമ്പര്യമായിട്ട് വൈദ്യരാണ്. മുരാരി ഗുപ്ത ആ ധാംവാസികളെ ചികിത്സിച്ചിരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അവരിൽ നിന്ന് പൈസയെ വാങ്ങിക്കില്ല. ആരൊക്കെ അദ്ദേഹത്തെ ആ വിവരം പറഞ്ഞിട്ട് ആരൊക്കെ സമീപിക്കുന്നുവോ അവരോടൊക്കെ അവർക്ക് ആ ശാരീരികമായിട്ടുള്ള അസുഖത്തിന് മരുന്ന് കൊടുക്കുകയും അതോടൊപ്പം ഭവരോഗത്തിനുള്ള ഔഷധവും അദ്ദേഹം കൊടുത്തിരുന്നു. അതായത് മഹാപ്രഭുവിന്റെ സങ്കീർത്തന പ്രസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അവരെ കൊണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിപ്പിക്കുകയും ആ മഹാപ്രഭുവിന്റെ പ്രസ്ഥാനത്തിൽ പങ്കുചേരാൻ ആവശ്യപ്പെടുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരേ സമയം ശാരീരികമായിട്ടുള്ള രോഗങ്ങൾക്ക് ഔഷധം കൊടുക്കുകയും ഭവരോഗത്തിനുള്ള ഔഷധവും കൊടുക്കുമായിരുന്നു മുരാരി ഗുപ്ത. അത് മുരാരി ഗുപ്ത ആ തലത്തിലുള്ള ഒരു വ്യക്തിയാണ്. ഭഗവാന്റെ മഹാപ്രഭുവിന്റെ ഏറ്റവും അടുത്ത ക്ലോസ് ആയിട്ടുള്ള അനുയായി ആയിക്കൊണ്ടാണ് അദ്ദേഹത്തിന് അത് സാധിച്ചത്. നിന്നെ കൊണ്ട് ഇതൊന്നും നടക്കില്ല, അതുകൊണ്ട് നീ ആ മോഹം ഉപേക്ഷിച്ചിട്ട് നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി നീ ജോലി ചെയ്ത് നിന്റെ കുടുംബത്തെ പോറ്റുക, അതോടൊപ്പം ഭഗവാന്റെ തിരുനാമവും ജപിക്കാനായിട്ട് ആവശ്യപ്പെടുകയും അദ്ദേഹത്തെ തിരിച്ചുവിടുകയും ചെയ്തു. അപ്പൊ പറഞ്ഞു, നീയെ ഭവരോഗത്താൽ വലയുന്ന ഒരു രോഗിയാണ്. അങ്ങനെയുള്ളവര് ഭഗവാന്റെ ധാമത്തിൽ സേവനം ചെയ്യാന് ആഗ്രഹിക്കുന്നത് ശരിയല്ല എന്നാണ് പറഞ്ഞത്. ധാമവാസികൾക്ക്, അതായത് ധാമത്തിൽ വസിക്കുന്നവർക്ക് വേറെ യാതൊരു ആഗ്രഹങ്ങളും ഇല്ല. ഭഗവാനെ സേവിക്കുക, അത് മാത്രമാണ്. അവരുടെ ജന്മപുണ്യം കൊണ്ടാണ് അവര് ധാമത്തിൽ വന്ന് ജനിക്കുന്നത്. വൃന്ദാവനമായാലും നവദ്വീപായാലും അവരുടെ ഉള്ളില് കപട ഭക്തിയില്ല. അവർക്ക് ഭഗവാന്റെ സേവനം അത് മാത്രമേ അവർക്കുള്ളൂ. അതുകൊണ്ട് ആ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ആഗ്രഹിക്കുന്നവർക്ക് ഒരിക്കലും ധാമത്തിൽ ജനിക്കാനോ ധാമത്തിൽ താമസിക്കാനോ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞ അദ്ദേഹത്തെ തിരിച്ചുവിടുകയുണ്ടായി. അതുപോലെ ഒരിക്കല് ഒരു ഡിവോട്ടി ബാബാജിയുടെ വേഷം ധരിച്ചിട്ട് ഗൗരകിഷോർദാസ് ബാബാജിയുമായിട്ട് സംസാരത്തിൽ ഏർപ്പെട്ടു. അവസാനം അദ്ദേഹം പറഞ്ഞു, എനിക്കിവിടെ താമസിക്കണം, ധാമത്തില് താമസിക്കണം. അതിനായിട്ട് അദ്ദേഹം എന്തു ചെയ്തു എന്ന് വെച്ചാൽ അവിടെയുള്ള ഒരു ആ ജന്മി ഒരു രാജ്ഞിയാണ്. അവരെ സമീപിച്ചിട്ട് കുറച്ച് സ്ഥലം വാങ്ങിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ ഇത് ഗൗരകിഷോർദാസ് ബാബാജി അറിഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് ഭഗവാന്റെ ധാമം എന്ന് പറയുന്നത് ഭഗവാനെ പോലെ അതീന്ദ്രിയമായിട്ടുള്ള സ്ഥലമാണ്. അവിടെയുള്ള മണ്ണെന്ന് പറയുന്നത് വെറും മണ്ണല്ല, ആ മണ്ണിലെ ഓരോ മണൽത്തരികളും അതീന്ദ്രിയമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളപ്പോൾ ഒരാൾക്ക് എങ്ങനെയാണ് പരിശുദ്ധ ധാമത്തിന്റെ ഉടമസ്ഥനാവാൻ കഴിയുക, അല്ലെങ്കിൽ ഉടമസ്ഥയാവാൻ കഴിയുക? കാരണം ധാമത്തിന്റെ ഉടമസ്ഥ എന്ന് പറയുന്നത് നവദ്വീപ് ധാമിന്റെ ഉടമസ്ഥ രാധാറാണിയാണ്. നവദ്വീപ് ധാം സൃഷ്ടിച്ചത് രാധാറാണിയാണ്. അത് ഞാൻ പറഞ്ഞതാണ് കഥ. രാധാറാണിയാണ് അതിന്റെ ഉടമസ്ഥ. അപ്പൊ അത് ഭൗതികമായിട്ടുള്ള വ്യക്തികൾ എങ്ങനെ അതിന്റെ ഉടമസ്ഥരാവും? അത് ശരിയല്ല. ആ സ്ത്രീ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. അത് അപരാധമാണ്. ധാമിനോടുള്ള ഭഗവാനോടും ചെയ്യുന്ന അപരാധമായിട്ടാണ് അതിനെ കണക്കാക്കേണ്ടത്. അങ്ങനെയുള്ളവര് പ്രാകൃത സഹജീയരാണ്, അതായത് ഭഗവാനെ വഞ്ചിക്കുന്നവരെന്നാണ് ഗൗരകിഷോർദാസ് ബാബാജി പറഞ്ഞത്. അതായത് സഹജീയർ എന്ന് പറഞ്ഞാല് അവർക്ക് ഭഗവാനെ വിശ്വാസം ഉണ്ടാവില്ല, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഫോളോ ചെയ്യില്ല, ശാസ്ത്രങ്ങൾ പഠിക്കാൻ താല്പര്യം കാണിക്കില്ല. അങ്ങനെയുള്ളവരാണ് സഹജീയരായിട്ട് അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള പ്രാകൃത സഹജീയരെന്ന് വെച്ചാൽ സഹജീയരിലും വെച്ചിട്ട് അധപ്പതിച്ചവർ, അത്രയ്ക്ക് ലോവസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെയുള്ളവര്. ധാമത്തെ സ്വന്തമാക്കി അത് കച്ചവട മനോഭാവത്തോടെ കാണുന്നവര് എന്നാണ് അദ്ദേഹം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞത്. അത് തന്നെയുമല്ല, ഭക്തിയുടെ സേവനം എങ്ങനെ നിർവഹിക്കണോ അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് യാതൊരു തരത്തിലുള്ള ആഗ്രഹങ്ങളും ഇല്ലാതെ ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം നമ്മൾ ഭക്തിയുടെ സേവനം ചെയ്യുക. ആ ഭക്തിയുടെ സേവനം ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ ഉള്ളില്
ഭഗവത് ഭക്തി നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. അതാണ് ഭക്തിയുടെ സേവനം ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടമെന്ന് പറയുന്നത്. ഭഗവാന്റെ അഹേതുകമായിട്ടുള്ള കോസ്ലെസ് മെഴ്സി നമുക്ക് കിട്ടണം. അങ്ങനെ ഭഗവാനോടുള്ള ആ ഇന്റേണൽ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ്, പുറമേയുള്ള ബാഹ്യമായിട്ടല്ല, ആന്തരികമായിട്ട് നമുക്ക് ഭഗവാനോട്, അതായത് നമ്മളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന പരമാത്മ ചൈതന്യത്തെ ഉണർത്തത്തക്ക രീതിയിലുള്ള അറ്റാച്ച്മെന്റ് നമുക്ക് ഭക്തിയുടെ സേവനം കൊണ്ട് നമ്മൾ നേടിയെടുക്കണം. എങ്കിൽ മാത്രമേ ആ സേവനം കൊണ്ട് പ്രയോജനമുള്ളൂ എന്നാണ് ഗൗരകിഷോർ ദാസ് ബാബാജി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഭക്തരെ ഭഗവാൻ സ്വയം സമീപിക്കും. ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഭഗവാൻ അങ്ങനെയുള്ളവർക്ക് വെളിവാക്കി കൊടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഭക്തിയുടെ സേവനം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മളുടെ ഉള്ളില് ആ സ്പോണ്ടേനിയസ് അറ്റാച്ച്മെന്റ്, അതായത് സ്വാഭാവിക പ്രേമം നമ്മളുടെ ഉള്ളിൽ ഉണർന്നു വരണം. ഓൾറെഡി നമ്മളുടെ ഉള്ളിൽ കൃഷ്ണഭക്തി ഡോർമെന്റഡ് ആണ്. അപ്പൊ ഭക്തിയുടെ സേവനം ചെയ്യുകയും തിരുനാമം ജപിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സ്പോണ്ടേനിയസ് ലവ്, നമ്മള് ഭഗവാനോടുള്ള ആ പരിശുദ്ധ പ്രേമം, അത് സ്വാഭാവികമായിട്ടുള്ള പ്രേമത്തെ നമ്മൾ ഉണർത്തിയെടുക്കണം. അങ്ങനെയല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് കൊണ്ടൊന്നും ഒരു പ്രയോജനവും കിട്ടില്ല എന്നാണ് ഗൗരകിഷോർദാസ് ബാബാജി പറയുന്നത്. നമുക്ക് ഉപവാസം അനുഷ്ഠിക്കാൻ കഴിയും. തിരുനാമ രാവും പകലും ഇല്ലാതെ ഫുൾ ടൈം നമുക്ക് തിരുനാമ ജപത്തിൽ ഏർപ്പെടാൻ സാധിക്കും. നമ്മൾ കരഞ്ഞുകൊണ്ട് ഭഗവാന്റെ പാദത്തില്, രാധാറാണിയുടെ പാദത്തില് നമ്മൾ അപേക്ഷിക്കണം, നമ്മളെ സ്വീകരിക്കണം, നമുക്ക് സേവനം ചെയ്യാനുള്ള അവസരം തരണമെന്ന് നമ്മൾ കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ തലത്തിൽ എത്തിച്ചേരാന് സാധിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ബാഹ്യമായിട്ടുള്ള ഒരു ഷോയല്ല ഭക്തിയുടെ സേവനമോ അല്ലെങ്കിൽ ഭക്തി എന്ന് പറയുന്നത്. മറ്റുള്ളവരെ മുമ്പിൽ ആള് ചമയാനോ അവരുടെ പ്രീതി നേടിയെടുക്കാനോ ഉള്ള ഒരു സംഗതി അല്ല ഇത് എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ഭഗവാൻ ഓഫർ ചെയ്യുന്നത് എങ്ങനെയാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ഇഷ്ടമുള്ള വിഭവം ഇല്ലേ, നമ്മൾ ഉണ്ടാക്കി അത് ഭഗവാന് കൊടുക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഭഗവാന് എന്താണോ ഇഷ്ടം അത് വേണം നമ്മൾ തയ്യാറാക്കാൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഭഗവാൻ അത് സ്വീകരിക്കുകയുള്ളൂ. അല്ലാതെ നമ്മളുടെ കുടുംബത്തിലുള്ളവരുടെ ഇഷ്ടമോ നമ്മളുടെ സ്വന്തം ഇഷ്ടമോ, എനിക്ക് ഈ വിഭവം ഇഷ്ടമാണ് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് ഈ വിഭവം ഇഷ്ടമാണ് അതുകൊണ്ട് ഇന്നത്തെ ഐറ്റം ഇതായിക്കോട്ടെ എന്ന് ചിന്തിച്ച് നമ്മളുടെ ഭഗവാന് അത് ഉണ്ടാക്കി ഭഗവാൻ ഓഫർ ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ ഒരിക്കലും അത് സ്വീകരിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താ, നമ്മളത് ഉണ്ടാക്കുമ്പോഴേ നമ്മളുടെ ഉള്ളിൽ അതിൻ്റെ ടേസ്റ്റ് വരും ഇല്ലേ, അപ്പം നമ്മൾ അത് ഭുജിച്ചതിന് തുല്യമാണ്. അപ്പൊ പിന്നീട് നമ്മൾ അത് കഴിച്ചതിൻ്റെ ഉച്ഛിഷ്ടമാണ് ഭഗവാന് കൊടുക്കുക. അപ്പൊ അത് ഭഗവാൻ സ്വീകരിക്കാൻ വരുമോ? ഒരിക്കലും വരില്ല. അതുകൊണ്ട് ഭഗവാന്റെ ഇഷ്ടം നോക്കി വേണം നമ്മൾ വീട്ടില് പ്രസാദം അല്ലെങ്കിൽ ഭോഗ തയ്യാറാക്കാൻ. അദ്ദേഹത്തിന്റെ പരിത്യാഗത്തിന് ഉത്തമ ഉദാഹരണമാണ്. പലരും ആൾക്കാരും അദ്ദേഹത്തിനെ സമീപിക്കും. ഭക്തിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ശിഷ്യനാവാനും ഒക്കെ ആയിട്ട് ധാരാളം ആൾക്കാർ വരുമായിരുന്നു. ആൾക്കാർ വരികയും ചെയ്യും. വരുന്നവരൊക്കെ എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് പൈസയായിട്ടും ഒക്കെ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ആൾക്കാരുടെ ശല്യം സഹിക്കവയ്യാതെ അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ ഇവിടെ ഒന്നും താമസിക്കുന്നില്ല. കാരണം ഒരു ഭജന കുടീരത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വൃക്ഷത്തിന്റെ ചുവട്ടിലൊക്കെയാണ് അദ്ദേഹം ഇരിക്കുക അല്ലെങ്കിൽ കിടന്നുറങ്ങുക. അപ്പൊ ഇങ്ങനെ ആവുമ്പോഴല്ലേ ആൾക്കാർ എന്നെ കാണാൻ വരിക. അതുകൊണ്ട് ഞാൻ ആരും വരാത്ത ഇടത്തേക്ക്, അതായത് മലമൂത്ര വിസർജനം ചെയ്യുന്ന സ്ഥലത്ത് അദ്ദേഹം പോയിരുന്നു. ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു ലോഡ്ജ് ഉണ്ടായിരുന്നു. ആ ലോഡ്ജിൽ ധാരാളം ആൾക്കാർ താമസിക്കുന്നുണ്ട്. അതിന്റെ പിന്നിലായിട്ട് അവര് മലമൂത്ര വിസർജനം ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് യാതൊരു വെറുപ്പും കൂടാതെ അദ്ദേഹം അവിടെ കഴിച്ചുകൂട്ടി. അത് അദ്ദേഹത്തിന്റെ പരിത്യാഗത്തെയാണ് ഇത് കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ ബാഹ്യമായിട്ടുള്ള അവബോധം അദ്ദേഹത്തിന് അല്പം പോലും ഉണ്ടായിരുന്നില്ല. ആ ശുദ്ധ ഭക്തൻ എന്നുള്ള ആ ശരിയായിട്ടുള്ള ഒരു ഉദാഹരണമാണ്, ഒരു മാതൃകയാണ് ഗൗരകിഷോർദാസ് ബാബാജി. അദ്ദേഹത്തിന് അവിടെ കിടക്കാനോ അവിടെ ഇരുന്ന് നാമം ജപിക്കാനോ അദ്ദേഹത്തിന് അല്പം പോലും സങ്കോചം തോന്നിയില്ല.
അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നമ്മള് നമ്മളുടെ മലത്തിനോട് ആസക്തി കാണിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ആസക്തരാകുകയാണെങ്കിൽ, അങ്ങനെ ഇരുന്നും കൊണ്ട് നമ്മൾ ഭഗവാനെ ആരാധിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും ആ ഭക്തി ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കില്ല. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോട് നമ്മൾക്ക് വിരക്തി വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തിയുടെ സേവനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്ന് ഗൗരകിഷോർദാസ് ബാബാജി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരിക്കല് നവദ്വീപിലുള്ള ഒരു ഭക്തൻ ഇദ്ദേഹത്തെ കാണാൻ വന്നു. ഇവരെ പല കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. കാരണം ധാമത്തിൽ നിന്നാണ് വരുന്നത്. നവദ്വീപിനെ കുറിച്ചും ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിനെ കുറിച്ചും ഒക്കെ ഇദ്ദേഹത്തിനോട് ചോദിച്ചു ഗൗരകിഷോർദാസ് ബാബാജി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനി നവദ്വീപിലേക്ക് മടങ്ങുന്നില്ല. കാരണം ഇപ്പൊ ചോദിച്ചു, എന്താ കാരണം? അത് ഭഗവാന്റെ ധാമമാണ്. അപ്പൊ എന്തുകൊണ്ട് നീ അങ്ങോട്ടേക്ക് മടങ്ങി പോകുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറും അവിടെയുള്ള പലരും അവര് വളരെ ആർഭാടമായിട്ടാണ് ഭഗവാന് സേവനം ചെയ്യുന്നത്. ശരിയല്ല. നമ്മളുടെ ഹരകൃഷ്ണ പ്രസ്ഥാനത്തില് ഭഗവാന്റെ കാര്യങ്ങൾക്ക് നമ്മൾ ഒരു കുറവും വരുത്താറില്ല. വസ്ത്രം ധരിപ്പിക്കുന്നത് മുതലേ ഭോഗമാണെങ്കിലും എല്ലാം വളരെ നമ്മൾ ആർഭാടമായിട്ടാണ്. അത് ശ്രീല പ്രഭാതര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഭഗവാന്റെ കാര്യങ്ങളിൽ ഒന്നും നമ്മൾ വില കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അപ്പൊ ആ വ്യക്തി അതാണ് പറഞ്ഞത്. അവരൊക്കെ വളരെ ഒപ്പുലൻസോടെയാണ് ഭഗവാനെ ആരാധിക്കുന്നത്. നമ്മളൊക്കെ വ്രജവാസികളല്ലേ, വ്രജവാസികളെയാണ് നമ്മൾ അനുകരിക്കുന്നത്. അവര് ഒപ്പുലൻസോടെ അല്ല ഭഗവാനെ ആരാധിച്ചിരുന്നത്. അതുകൊണ്ട് എനിക്കതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാന് സാധിക്കുന്നില്ല എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അപ്പം അതിന് മറുപടിയായിട്ട് ഗൗരകിഷോർദാസ് ബാബാജി പറഞ്ഞത്, നീ ആദ്യം നിന്റെ ഈ മനോഭാവം ഉപേക്ഷിക്കുക. ഇതൊക്കെ അപരാധമാണ്. നിനക്കറിയില്ല, ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ഏതു തലത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നിനക്കറിയില്ല. അദ്ദേഹം ഒരേ സമയം വൈകുണ്ഠത്തിലും നവദ്വീപിലും ഒരേപോലെ അദ്ദേഹം കാണപ്പെടുന്നുണ്ട്. ഇത് നിനക്ക് മനസ്സിലാവില്ല. നീ നരകത്തിലാണ് നീ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നിനക്കിതൊന്നും മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ഒരിക്കലും മായാപൂരും വൃന്ദാവനവും തമ്മില് വ്യത്യാസം നമ്മൾ കാണാൻ പാടില്ല. രണ്ടും ധാമമാണ്. രണ്ടും ഒരേപോലെ ഒരേ കാഴ്ചപ്പാടോടെ വേണം നമ്മൾ ഈ ധാമങ്ങളെയൊക്കെ സമീപിക്കാനായിട്ട്. ഒരിക്കല് സനാതന ഗോസ്വാമിയുടെ തിരോഭാവ ദിനമായിരുന്നു. നാളെ എന്ന് വിചാരിക്കുക. അപ്പൊ ഇന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ സനാതന ഗോസ്വാമിയുടെ തിരോഭാവ തിഥിയാണ്. അത് നമുക്ക് വളരെ കേമമായിട്ട് ആഘോഷിക്കണം. അപ്പൊ ഇത് കേട്ട് കൂടെ ഉള്ളവർ പറഞ്ഞു, എങ്ങനെ ആഘോഷിക്കും? നമ്മളുടെ കയ്യിൽ ഒന്നുമില്ല, പിന്നെ നമ്മൾ എന്തു ചെയ്യും? വലിയ ഫീസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള സാധനങ്ങളൊക്കെ വേണ്ടേ? അതിന് നമ്മൾ എവിടെ പോകും? എന്ത് ചെയ്യും? ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മളെ എല്ലാവരും ആഘോഷിക്കുന്നതിലും പ്രത്യേകമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുക, വളരെ വിപുലമായ രീതിയിൽ. എങ്ങനെയാണെന്ന് വെച്ചാൽ, നാളെ നമ്മൾ കംപ്ലീറ്റ് ഫാസ്റ്റിംഗ് ആണ്. മുഴുവൻ ഉപവാസം എടുത്ത് ഭഗവാന്റെ തിരുനാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആഘോഷമെന്ന് പറയുന്നത്. അതുപോലെ ഒരിക്കലൊരു മഴക്കാലത്ത് ഗൗരകിഷോർദാസ് ബാബാജി പുൽക്കുടിൽ വിട്ടിട്ട് അടുത്തുള്ള ലോഡ്ജിന്റെ വരാന്തയിൽ വന്നിരുന്നു. കാരണം അവിടൊക്കെ വെള്ളം കയറി. അപ്പം അതിന്റെ മുകളിൽ കൂടിയും വെള്ളം വീഴും. അപ്പൊ ആ വരാന്തയിൽ വന്നിരുന്നു. അപ്പൊ അവിടെ അദ്ദേഹത്തിന് പ്രസാദം വിളമ്പുന്ന സമയത്ത് ഒരു വിഷസർപ്പം അതോടെ ഇഴഞ്ഞു വന്നിട്ട് ആ പ്ലേറ്റിന്റെ അടുത്ത് വന്നു. ആ പ്ലേറ്റിന് തൊട്ടില്ല എന്ന മട്ടില് അവിടെ വന്നു. ഇദ്ദേഹത്തിന്റെ കണ്ണ് കാണില്ല. കണ്ണ് കാണാത്ത, കാഴ്ച നശിച്ച സമയത്താണ്. അപ്പൊ ഇത് കണ്ടുകൊണ്ട് അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു വൃദ്ധ ഓടി വന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു, ബാബാജി ആ ഭക്ഷണം കഴിക്കാൻ പാടില്ല. കാരണം അപ്പൊ ചോദിച്ചു, എന്താ കാരണം? അപ്പൊ പറഞ്ഞു, അതിന്റെ അടുത്ത് കൂടി ഒരു സർപ്പം ഇഴഞ്ഞു പോയി. അങ്ങയുടെ പ്ലേറ്റിൽ അത് തലയിട്ടു. അത് നക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങ് അത് കഴിക്കരുത്, അത് കളയൂ എന്ന് പറഞ്ഞു. അപ്പം ബാബാജി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, തൻ്റെ കണ്ണ് കാണില്ലല്ലോ, തൻ്റെ കൈ കൊണ്ട് താഴെ അടിച്ചു. എന്നിട്ട് ചോദിച്ചു, പാമ്പ് എവിടെയെന്ന്. അപ്പൊ അവര് പറഞ്ഞ പാമ്പ് ഇഴഞ്ഞു പോയി. അപ്പൊ പറഞ്ഞു, അങ്ങേക്ക് ഭ്രാന്തായോ? അങ്ങ് ഈ ഭക്ഷണം കഴിക്കരുത്, അത് കളയൂ, ദൂരേക്ക് വലിച്ചെറിയൂ. ഞാൻ അങ്ങേക്ക് വേണ്ടി വേറെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാം, പ്രസാദം ഉണ്ടാക്കി കൊണ്ടുവരാം. അവിടെ അടുത്തുണ്ടായിരുന്ന ആളിനോട് പറഞ്ഞു, നിങ്ങൾ അത് എടുത്ത് കളയൂ, ആ ഭക്ഷണം, അദ്ദേഹത്തെ കഴിക്കാൻ അനുവദിക്കരുത്. ഇത് കേട്ടിട്ട് ഇവര് ഇത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു.
അപ്പൊ പറഞ്ഞു, നിങ്ങളൊന്ന് ഇവിടുന്ന് മാറി തന്നാ മതി, നിങ്ങൾ ഇങ്ങനെ ഇവിടെ നിന്ന് വായിട്ടലയ്ക്കാതെ നിങ്ങൾ ഇവിടുന്ന് ഒന്ന് മാറി തന്നാ മതി, ഞാൻ ഈ ഭക്ഷണം തന്നെയാണ് കഴിക്കുന്നത്. നിങ്ങള് നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നത് വരെ ഞാൻ ഈ ഭക്ഷണം കഴിക്കില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. അപ്പൊ ആ സ്ത്രീക്ക് ഭയം, ആ പാമ്പ് വന്ന് വീണ്ടും ഇദ്ദേഹത്തെ കടിച്ചെങ്കിലോ, ഇദ്ദേഹത്തിന് കണ്ണ് കാണില്ല എന്ന് വെച്ചിട്ടാണ് ആ സ്ത്രീ പറഞ്ഞത്. പക്ഷെ ഇദ്ദേഹം അത് കൂട്ടാക്കിയില്ല. അപ്പൊ പറഞ്ഞു, പാമ്പ് കടിക്കുകയാണെങ്കിൽ കടിക്കട്ടെ, അങ്ങനെ മരിക്കുന്നതാണ് ഇങ്ങനെ ഈ ഭൗതിക ലോകത്തിൽ ഇരിക്കുന്നതിലും ഭേദം അതാണ് എന്ന് തൻ്റെ അടുത്ത് നിന്ന ആളിനോട് പറഞ്ഞു. എന്നിട്ട് ആ അടുത്ത് നിന്ന ആളിനോട് ഉപദേശിച്ചു, ഇത് മായയാണ്, മായ ഇങ്ങനെയാണ്, നമ്മളെ പലതരത്തിലും മായ നമ്മളെ പരീക്ഷിക്കും. എപ്പോൾ എവിടെ നിന്നാണ്, ഏത് വഴിക്കാണ് മായ നമ്മളെ സ്പർശിക്കുക എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. ഇപ്പൊ കണ്ടില്ലേ ആ സ്ത്രീ, അത് മായയാണ്, മായയുടെ പ്രവർത്തനമാണ് ഇവിടെ കണ്ടത്. മായയുടെ ഇല്യൂസറി എനർജി എന്ന് പറയുന്നത് അത്ര ശക്തമാണ്. നമ്മള് എത്ര വയസ്സായാലും നമ്മൾ മായയിൽപ്പെടാന് അധികം സമയമൊന്നും വേണ്ട. എൻ്റെ ശരീരം കൊണ്ട് ഭഗവാനെ, കാരണം കണ്ണിന് കാഴ്ചയില്ല, എങ്ങും പോകാൻ സാധിക്കില്ല, അപ്പോൾ ഒരിടത്തിരിക്കേ നിവൃത്തിയുള്ളൂ. അപ്പം ആ ശരീരം കൊണ്ട് ഞാൻ ഭഗവാന്റെ ആരാധനയ്ക്ക് ഉപയോഗിക്കാത്ത ശരീരം കൊണ്ട് ഞാൻ എന്തിനു ജീവിക്കണം, അതിലും ഭേദം പാമ്പ് കടിച്ച് മരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനിയും ധാരാളം ലീലകളുണ്ട് ഇദ്ദേഹത്തിൻ്റെത്. സമയക്കുറവ് കൊണ്ട് നമുക്ക് അതെല്ലാം പറയാൻ സാധിക്കില്ല. ഗൗരകിഷോർദാസ് ബാബാജിക്ക് തൻ്റെ ഉള്ളിലുള്ള പരമാത്മ ചൈതന്യമായിട്ട് നേരിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടാൻ കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ ആ മെന്റാലിറ്റി മനസ്സിലാക്കിയെടുക്കാനും അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. ഒരിക്കല് ദീപക എന്ന് പറയുന്ന ഒരു വ്യക്തി ഗൗരകിഷോർദാസ് ബാബാജിയുടെ അടുത്ത് കുറച്ചു നാള് താമസിച്ചിരുന്നു. അദ്ദേഹം ഗൗരകിഷോർദാസ് ബാബാജിയുമായിട്ട് വളരെ അടുത്ത ഒരു ബന്ധം സ്ഥാപിച്ചിരുന്നു ആ കുറഞ്ഞ കാലയളവ് കൊണ്ട്. ഇദ്ദേഹത്തിലും ഭക്തിയുടെ ഉന്നത ലക്ഷണങ്ങൾ അദ്ദേഹം കാണിച്ചിരുന്നു. അദ്ദേഹം ഒറീസയിലായിരുന്നു. ഒറീസയിൽ നിന്നുമാണ് അദ്ദേഹം നവദ്വീപിലേക്ക് വന്നത്. അപ്പം ഒരിക്കല് അദ്ദേഹത്തിന്റെ അച്ഛൻ ഇദ്ദേഹത്തിന് കുറച്ച് പൈസ കൊണ്ടുവന്ന് കൊടുത്തു. ആ അച്ഛന്റെ കയ്യിലാണെങ്കിൽ ശ്രീമദ് ഭാഗവതത്തിന്റെ ഒരു കൈയെഴുത്ത് പ്രതിയുണ്ട്. അപ്പൊ അന്നത്തെ ആൾക്കാർക്കൊക്കെ ഭാഗവതം കയ്യിൽ വെച്ചിരുന്നാലും അത് സാധുവായിട്ട് കണക്കാക്കി ആൾക്കാരൊക്കെ ധാരാളം പൈസ കൊടുക്കും അങ്ങനെയുള്ള വ്യക്തികൾക്ക്. അപ്പൊ ആ ദീപക എന്ന് പറയുന്ന വ്യക്തിയുടെ അച്ഛൻ ഇങ്ങനെ ധാരാളം പൈസ കിട്ടിയിരുന്നു. ആ പൈസ അദ്ദേഹം ദീപകയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഗൗരകിഷോർദാസ് ബാബാജിയുടെ സേവനത്തിനായിട്ട് ഇത് പൈസ ഉപയോഗിക്കണം, അദ്ദേഹത്തിന്റെ കയ്യിൽ ഇത് കൊടുക്കണം. അപ്പം ദീപക എന്ത് ചെയ്തു എന്ന് വെച്ചാല് കുറച്ച് പൈസ അദ്ദേഹം സ്വന്തം കയ്യിൽ വെച്ചിട്ടാണ് ബാക്കിയുള്ളത് ഗൗരകിഷോർദാസ് ബാബാജി ഏൽപ്പിച്ചത്. കാരണം എന്താന്ന് വെച്ചാൽ ഗൗരകിഷോർദാസ് ബാബാജിയുടെ കയ്യിൽ കൊടുത്താൽ അതെല്ലാം ഭഗവാന്റെ കാര്യങ്ങൾക്ക് ആയിട്ട് അത് വിനിയോഗിക്കും. ആ പൈസ അദ്ദേഹത്തിന്റെ സ്വന്തം ആവശ്യത്തിന് എടുക്കില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് എടുക്കാനായിട്ടാണ് ഈ ദീപക അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ച് പൈസ കരുതിയത്. പക്ഷേ ഗൗരകിഷോർദാസ് ബാബാജിക്ക് കാഴ്ചയില്ലെങ്കിലും അദ്ദേഹം ഇത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ചോദിച്ചു, നിന്റെ പിതാവ് തന്ന പൈസ മുഴുവൻ ഇവിടെ, നീ എന്തിനാണ് അതിൽ നിന്ന് കുറച്ച് ബാക്കി വെച്ചത് എന്ന്. അപ്പം പറഞ്ഞു ഇങ്ങനെ. അപ്പൊ പറഞ്ഞു, നീ ഇനി ഇവിടെ എൻ്റെ അടുത്ത് വരണ്ട, എൻ്റെ അടുത്ത് നിൽക്കുകയും വേണ്ട. അപ്പൊ ഈ ഗൗരകിഷോർദാസ് ബാബാജി ചെയ്ത പോലെ അദ്ദേഹം ഈ ഭക്ഷണം കഴിക്കാതെ ചിലപ്പോൾ അവലൊക്കെ വെള്ളത്തിൽ മുക്കി കുതിർത്തിട്ടൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹവും ഒരു പരിത്യാഗിയുടെ മട്ടിലാണ് ഈ ദീപകയും ജീവിച്ചിരുന്നത്. പക്ഷെ ഗൗരകിഷോർദാസ് ബാബാജി ദീപകയോട് പറഞ്ഞു, നീ ഇവിടുന്ന് തന്നെ ഇപ്പൊ തന്നെ ഇവിടുന്ന് സ്ഥലം വിടണം, ഇല്ലെങ്കിൽ ഞാൻ ഗംഗാ നദിയിൽ ചാടി ഞാൻ മുങ്ങി മരിക്കും എന്നും പറഞ്ഞിട്ട് അദ്ദേഹം ആ ഗംഗാ നദിയിലേക്ക് പോവുകയും ഗംഗാ നദിയിലേക്ക് എടുത്തു ചാടുകയും ചെയ്തു. അപ്പൊ ആൾക്കാർ പിന്നാലെ പോയി അദ്ദേഹത്തെ പിടിച്ച് കരയ്ക്ക് കയറ്റി ചോദിച്ചു. അവർ വിചാരിച്ചത് എന്താണ്, ഭക്ഷണം കഴിക്കാഞ്ഞിട്ടാണ്, ഇദ്ദേഹം ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കില്ലല്ലോ, കണ്ണിന് കാഴ്ചയുമില്ല, അപ്പം തനിയെ ഉണ്ടാക്കി കഴിക്കാനും പറ്റില്ല, അതുകൊണ്ടാണ് ഇദ്ദേഹം എടുത്ത് ചാടി ആത്മഹത്യക്ക് ഒരുങ്ങിയതെന്നാണ് ആൾക്കാർ കരുതിയത്. അപ്പൊ അവര് പിന്നാലെ ചാടി രക്ഷപ്പെടുത്തി അദ്ദേഹത്തിനെ കരയ്ക്ക് കൊണ്ടുവന്നു.
അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഈ ഒരു അപരാധിയോടൊപ്പം ഞാൻ കഴിയാന് ഇഷ്ടപ്പെടുന്നില്ല. ഉം. അപ്പൊ പറഞ്ഞ്, നിങ്ങൾ വിചാരിക്കുന്നല്ല, പൈസ എനിക്കത്ര പ്രാധാന്യമല്ല. ഞാൻ പൈസയ്ക്ക് വില കൽപ്പിക്കുന്നില്ല. കാരണം ഇങ്ങനെയുള്ള അപരാധികളുമായിട്ടുള്ള സഹവാസം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഗംഗാ നദിയിലേക്ക് എടുത്തു ചാടിയത്. അതിലും ഭേദം ഞാൻ മരിക്കുകയാണ്. ഇങ്ങനെയുള്ളവരുമായിട്ട് സഹവസിക്കുന്നതിലും ഭേദം മരിക്കുന്നതാണ് നല്ലത്. അദ്ദേഹത്തിന് പൈസയോടോ അല്ലെങ്കിൽ മറ്റു സമ്പത്തിനോടോ യാതൊരു ആസക്തിയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, ഒരു വൈഷ്ണവൻ തൻ്റെ പ്രവൃത്തിയിൽ നീതി കാണിക്കണം, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണമെന്ന് ഗൗരകിഷോർ ദാസ് ബാബാജി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കല് ഗൗരകിഷോർ ദാസ് ബാബാജി ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിനെ 100 രൂപ ഏൽപ്പിച്ചിരുന്നു. പിന്നീട് ഒരിക്കൽ അദ്ദേഹം അത് തിരിച്ചു ചോദിച്ചു. അപ്പോൾ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ കയ്യിൽ പൈസയുണ്ട്, പക്ഷേ അത് ബാങ്കിൽ ഇട്ടിരിക്കുകയാണ്. അന്നേരം അദ്ദേഹം കൊടുത്ത പൈസയും ബാങ്കിൽ ഇട്ടു. അപ്പം എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഭക്തി വിനോദ ഠാക്കൂർ പറഞ്ഞു, അപ്പൊ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അവിടെ ഇല്ല. ഭക്തി വിനോദ ഠാക്കൂർ പറഞ്ഞു, എൻ്റെ മകൻ ആ പൈസ, നിങ്ങൾ കൊടുത്ത പൈസ ബാങ്കിലിട്ടു. ഒരു കാര്യം ചെയ്യും, ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസ തരാം, 100 രൂപ ഞാൻ തരാം എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം അത് കാരണം ഗൗരകിഷോർദാസ് ബാബജിക്ക് എന്തോ അത്യാവശ്യം ഉണ്ടായിരുന്നു ആ പൈസ കിട്ടിയിട്ട്. അപ്പൊ അദ്ദേഹം ആ 100 രൂപ കൊടുത്തു കയ്യില്. എന്നിട്ട് ആ പൈസ കൊണ്ട് ഗൗരകിഷോർദാസ് ബാബജി എന്താ ചെയ്തതെന്ന് വെച്ചാല്, അദ്ദേഹത്തിന്റെ ഒരു കൂടെ ഉണ്ടായിരുന്ന ഒരാളെ വൃന്ദാവനത്തിലേക്ക് വിട്ടു. എന്തിനു വേണ്ടിയിട്ടാണ്? വൃന്ദാവനത്തിൽ ധാരാളം ആൾക്കാർ വരും. അപ്പം അവിടെയുള്ള വൈഷ്ണവർക്ക് അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ കൊടുക്കാൻ നിവൃത്തിയില്ല. അപ്പൊ ആ വൈഷ്ണവരുടെ കയ്യിൽ ഈ പൈസ കൊടുത്തിട്ട് അവിടെ വരുന്നവർക്ക് പ്രസാദം ഉണ്ടാക്കി കൊടുക്കണം. അതിനു വേണ്ടി ഈ പൈസ വിനിയോഗിക്കണം. ഇതാണ് ഗൗരകിഷോർദാസ് ബാബാജി. അദ്ദേഹത്തിന് ധാരാളം പൈസ കിട്ടും, പക്ഷെ ഇതൊന്നും സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാതെ ധാമിലെ സേവനം ചെയ്യാനായിട്ട്, ധാം വാസികളെ സേവിക്കാനും ധാമിൽ ദർശനത്തിനായിട്ട് വരുന്നവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പൈസ മുഴുവൻ ഉപയോഗിച്ചിരുന്നു. ഒരിക്കലും സ്വന്തം ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം ഈ കിട്ടുന്ന പൈസയൊന്നും ഉപയോഗിച്ചിരുന്നില്ല. അദ്ദേഹം പറയുമായിരുന്നു, അതായത് നമ്മളെ ഭിക്ഷയാചിച്ച് കിട്ടുന്ന ആ ഭക്ഷണമാണ് പരിശുദ്ധമായിട്ടുള്ളത്. അത് ഒരാൾക്ക് നിലനിൽക്കാൻ വേണ്ടി, ഇങ്ങനെ ഭഗവാന്റെ ഭജനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവരുടെ ശരീരത്തെ നിലനിർത്താൻ ഇങ്ങനെയുള്ള ഭിക്ഷ അയച്ചു കിട്ടുന്ന ഭിക്ഷ മാത്രം മതി നമ്മളുടെ ശരീരത്തെ നിലനിർത്താൻ എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അദ്ദേഹം 149 വയസ്സിലാണ് അദ്ദേഹം ഭൗതിക ശരീരം ഉപേക്ഷിച്ചു പോകുന്നത്. ഇനിയും ധാരാളം ലീലകളുണ്ട്, പക്ഷെ നമുക്ക് സമയക്കുറവ് കൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. ഇനി അദ്ദേഹത്തിന്റെ സമാധിയെ കുറിച്ചിട്ട് പറയാം. 1915 കാർത്തിക മാസത്തിന്റെ 30-ാമത്തെ ദിവസമാണ് അദ്ദേഹം ഭൗതിക ശരീരം ഉപേക്ഷിച്ചു പോകുന്നത്. അപ്പൊ ആ സമയത്ത് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്, പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടു, ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന് ദീക്ഷ കൊടുത്തത് ഗൗരകിഷോർ ദാസ് ബാബാജിയാണ്. ദീക്ഷാ പേര് വൃഷഭാനവി ദയിത ദാസ എന്നാണ്. പക്ഷെ പിന്നീടാണ് അദ്ദേഹം ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. കാർത്തിക മാസത്തിന്റെ 30-ാമത്തെ ദിവസമാണ് ഗൗരകിഷോർ ദാസ് ബാബാജി ഭൗതിക ശരീരം ഉപേക്ഷിക്കുന്നത്. അപ്പൊ ആ സമയം ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ നവദ്വീപിലാണ്, കുലിയ ഗ്രാമത്തിൽ വെച്ചിട്ടാണ് ഗൗരകിഷോർ ദാസ് ബാബാജി ഭൗതിക ശരീരം ഉപേക്ഷിക്കുന്നത്. അപ്പൊ ഇതറിഞ്ഞുകൊണ്ട് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ കുലിയ ഗ്രാമത്തിലെത്തി. അപ്പൊ അവിടെ ഉള്ള പല ടെമ്പിളിലെ ആൾക്കാർ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. കാരണം അവരെ ഈ അവസരം മുതലെടുത്ത് അവര് പൈസ ഉണ്ടാക്കാനുള്ള ഒരു അവസരമായിട്ടാണ് അവര് കണക്കാക്കിയത്. കാരണം ഗൗരകിഷോർ ദാസ് ബാബാജിയെ പോലെയുള്ള ഒരു മഹാനായിട്ടുള്ള ഒരു ഭക്തന്റെ സമാധി തങ്ങളുടെ സ്ഥലത്ത് വന്നാല് അവിടെ ദർശനം എടുക്കാനായിട്ട് ധാരാളം ആൾക്കാർ വരും. അങ്ങനെ അവർക്ക് സമ്പന്നരാവാം. ഈ ആഗ്രഹത്തോടെയാണ് അവിടെ എത്തിയത്. അപ്പം ആൾക്കാരവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു എന്നറിഞ്ഞിട്ട് അവിടുത്തെ പോലീസ് കമ്മീഷണറും അവിടെ എത്തിയിരുന്നു. അപ്പം
ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അവിടെ എത്തിയപ്പം, കാരണം ഗൗരകിഷോർ ദാസ് ബാബാജിയുടെ ഒരേ ഒരു ശിഷ്യനാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ. അപ്പൊ തന്റെ ഗുരുവിന്റെ സമാധിയും അദ്ദേഹത്തിന്റെ ആ ഭൗതിക ശരീരം, ആ കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള അധികാരം ശിഷ്യനാണ്. അതവർക്കെല്ലാം അറിയാം. അതുകൊണ്ട് ഇദ്ദേഹം അവിടെ എത്തിയപ്പോഴേ അവരെല്ലാം പറഞ്ഞു, ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറെ ശരിയായിട്ടുള്ള ഒരു സന്യാസി, ഒന്ന് അദ്ദേഹം സന്യാസം സ്വീകരിച്ചിട്ടില്ല, പിന്നെ അദ്ദേഹം ഒരു പരിത്യാഗി അല്ല എന്ന് അവരെല്ലാം പറഞ്ഞു. പക്ഷേ അദ്ദേഹം ആദ്യം ഇതെല്ലാം കേട്ടു നിന്നതല്ലാതെ ഒന്നുമേ മിണ്ടിയില്ല. പിന്നീട് അവര് പിന്നെയും ഇങ്ങനെ പറഞ്ഞു തർക്കിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്കറിയാം, ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ സിംഹഗുരു എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത് മേഘങ്ങളുടെ ഗർജിക്കുന്ന മാതിരിയുള്ള ശബ്ദമാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ. അതുകൊണ്ട് അദ്ദേഹം സിംഹഗുരു എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാവർക്കും ഭയവുമാണ് അദ്ദേഹത്തെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ആധ്യാത്മിക ഗുരുവാണ്. ഞാന് സന്യാസ വേഷം ധരിച്ചിട്ടില്ല, അത് ശരിയാണ്. പക്ഷെ ഞാന് കടുത്ത നിഷ്ഠയോടെ ബ്രഹ്മചര്യം പുലർത്തി പോകുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഗൗരകിഷോർ ദാസ് ബാബാജിയെ പോലുള്ള ഒരു വ്യക്തിയുടെ ഭൗതിക ശരീരം സ്പർശിക്കാന് അധികാരമുള്ളൂ. അപ്പം അവിടെ ഇത് കേട്ട പോലീസ് കമ്മീഷണർ ചോദിച്ചു, ഇത് നിങ്ങൾക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ സാധിക്കും, എങ്ങനെ ഞങ്ങളൊക്കെ വിശ്വസിക്കും എന്ന്. അപ്പൊ അവിടെയുള്ളവരൊക്കെ ബഹളം വെക്കുകയാണ്, ഇദ്ദേഹത്തെ കൊണ്ട് തൊടിയിപ്പിക്കരുത്, തൊടിയിപ്പിക്കരുത്. കാരണം അവരുടെ ഉള്ളിലുള്ള ദുരാഗ്രഹം ഇങ്ങനെ പൊന്തി വരികയാണ്. അപ്പം ഇത് കേട്ടിട്ട് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറഞ്ഞു, ഇവിടെ നിൽക്കുന്നവരില് എല്ലാവരും പരിപൂർണ വൈരാഗ്യം കൈവരിച്ചവരാണെങ്കിൽ, അതായത് ഈ ഒരു വർഷത്തിനിടയിൽ യാതൊരു തരത്തിലുള്ള ഭൗതികമായിട്ടുള്ള ഭൗതിക ആസ്വാദന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാത്തവര്, ഒരു വർഷം പോട്ടെ, 6 മാസമെങ്കിലും അല്ല, 3 മാസമെങ്കിലും അല്ല, 1 മാസമെങ്കിലും ഇല്ല, ഈ 2-3 ദിവസങ്ങൾക്കിടയിൽ നീചമായിട്ടുള്ള ഇന്ദ്രിയാസ്വാദന പ്രവൃത്തികളിൽ ഏർപ്പെടാത്തവരുണ്ടെങ്കിൽ അവർക്ക് തൻ്റെ ഗുരുവിൻ്റെ ഈ ഭൗതിക ശരീരത്തെ സ്പർശിക്കാം. അല്ലാത്തവർ സ്പർശിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉടനടി അതിനുള്ള ശിക്ഷ കിട്ടും. കാരണം അത്രയ്ക്ക് മഹാനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ സമാധിയായിട്ടുള്ളത്. അപ്പൊ ഇത് കേട്ടപ്പോൾ അവിടെ നിന്നവർക്കൊന്നും ധൈര്യം ഉണ്ടായില്ല. എല്ലാവരും പതുക്കെ പതുക്കെ അവിടെ നിന്ന് സ്ഥലം വിടാൻ തുടങ്ങി. അപ്പം ഇത് കേട്ട പോലീസ് കമ്മീഷണർ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളിൽ വിശ്വാസം ഉള്ളത്? അപ്പൊ പറഞ്ഞു, ഞാന് മർക്കട വൈരാഗ്യമല്ല, മറ്റുള്ളവരെ പോലെ മർക്കട വൈരാഗ്യമല്ല. എനിക്ക് ദീക്ഷ കിട്ടിയത് മുതല്, കാരണം കുട്ടിക്കാലം മുതലേ തന്നെ എൻ്റെ അച്ഛൻ എന്നെ വളരെ, ഭക്തി വിനോദ ഠാക്കൂർ വളരെ കർക്കശമായിട്ടാണ് ഭക്തി പരിശീലിപ്പിച്ചിരുന്നത്. അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഞാനും അതേപോലെ തന്നെയാണ്. അച്ഛൻ്റെ പിതാവിൻ്റെ മരണശേഷവും ഞാൻ അതേ കാര്യങ്ങൾ, അച്ഛൻ പറഞ്ഞത് എന്തോ ഞാൻ അതേപടി അനുസരിച്ച് പോന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ പരിപൂർണമായിട്ടും ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഹരിദാസ് ഠാക്കൂറിനെ പറഞ്ഞു, ശ്രീ ചൈതന്യ മഹാപ്രഭു ഹരിദാസ് ഠാക്കൂർ സമാധിയായപ്പം ആ ഭൗതിക ശരീരം മഹാപ്രഭു സ്വന്തം കയ്യിൽ എടുത്തുകൊണ്ടാണ് അത് ജഗന്നാഥപുരിയിൽ മഹാപ്രഭു അത് ദഹിപ്പിച്ചത്. അപ്പൊ അതേപോലെ തന്നെ ഞാൻ എൻ്റെ ആധ്യാത്മിക ഗുരുവിൻ്റെ ശരീരം, അദ്ദേഹത്തിൻ്റെ മെതിയടി ഞാൻ ശിരസിൽ വെച്ചുകൊണ്ട് ഞാൻ ശപഥം ചെയ്യാം, ഞാൻ ആ ബ്രഹ്മചാരിയാണ്, എൻ്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള കളങ്കവും ഉണ്ടായിട്ടില്ല എന്ന്. അതുകൊണ്ട് എനിക്കാണ് എൻ്റെ ആധ്യാത്മിക ഗുരുവിൻ്റെ ആ ഭൗതിക ശരീരം സമാധിയാക്കാനുള്ള അധികാരമുള്ളത് എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ സമാധി ഇരുത്തി ഗൗരകിഷോർ ദാസ് ബാബാജിയെ. പക്ഷെ പിന്നീട് 16 വർഷത്തിന് ശേഷം അത് അവിടെ ഗംഗ നദി കരകവിഞ്ഞൊഴുകിയപ്പോൾ അവിടെ എല്ലാം വെള്ളപ്പൊക്കം വന്നിട്ട് അത് നശിച്ചു പോകുമെന്നുള്ളൊരു അവസ്ഥ വന്നു. അദ്ദേഹം അത് പിന്നീട് നവദ്വീപിലെ ചൈതന്യ മഠത്തില്, ഗൗഡിയ മഠമുണ്ട് മായാപൂരില്, ആ ഗൗഡിയ മഠത്തിൽ കൊണ്ടുവന്നത് സ്ഥാപിക്കുകയും ചെയ്തു. ഇപ്പം നമുക്ക് ആ ഗൗഡിയ മഠത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗൗരകിഷോർ ദാസ് ബാബാജിയുടെ സമാധി നമുക്ക് കാണാൻ സാധിക്കും. ഹരേ കൃഷ്ണ. ഇപ്പം നമ്മളുടെ പരമ്പരയിലെ ഒട്ടുമിക്ക നമുക്ക് അറിഞ്ഞിരിക്കേണ്ട, ഒട്ടുമിക്ക എന്നല്ല, ധാരാളം ആചാര്യന്മാരുടെ ഇനിയും പറയാനുണ്ട്. പക്ഷെ നമ്മൾക്ക് ആ ലീനിയേജിൽ വരുന്ന പ്രധാനപ്പെട്ട ആചാര്യന്മാരെ കുറിച്ചൊക്കെ നമ്മളിപ്പം മനസ്സിലാക്കി. ഇനി അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ചൈതന്യ ചരിതാമൃതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാം. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ.